അങ്കിളിനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ട് നിന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടുകൊണ്ടിരുന്ന ഇതേ സ്കൂട്ടറല്ലേ? ആ, പുള്ളിക്ക് എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടമാണ് സ്കൂട്ടറാ. അവിടെ നിന്നൊക്കെ തന്നെ എനിക്ക് വണ്ടിപ്രാന്തം കിട്ടിയേ. എന്നെ അന്ന് ട്യൂഷൻ കഴിഞ്ഞ് കടമക്കുടിക്ക് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അതൊക്കെ എങ്ങനെ മറക്കാനാ? അന്ന് എനിക്കല്ല തല്ലും കിട്ടി. ഒരു തെണ്ടി നാട്ടുകാരൻ നമ്മളെ കണ്ട അപ്പൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ നിന്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളൂ. എന്താ പറയാഞ്ഞേ? അത് പിന്നെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അല്ലേലും പറയണ്ടെന്ന് നീ പറയാറില്ലല്ലോ. പിന്നെ സമയം കിട്ടിയില്ലല്ലോ പറയാൻ. 15 വർഷമോ? 15 വർഷമോ? എന്നാ പിന്നെ ഇപ്പൊ പറ. എന്തു പറയാൻ? പറയേണ്ടത്. അതെ, കടമക്കുടിയുടെ അടുത്ത സ്കൂട്ടർ റണ്ണിങ് കണ്ടീഷനും. പറയാ. മോനിച്ച ചാച്ചനെ കാണുന്നേടാ. ചാച്ചനെ കാണാം. നാടാ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ കുറച്ച് സമാധാനമൊക്കെ ഉണ്ട്. താങ്ക്സ് ടു ജോയ്മോൻ. അതെന്തിനാണ്? അല്ല, അവൻ കാരണമല്ലേ നമ്മൾ വീണ്ടും കണ്ടുമുട്ടണേ. പാവം. അതെ അതെ. ചെല്ലുമോനെ. ഒരു മരട്ടെ. ചാച്ചനൊരു ഉമ്മ കൊടുക്കടാ. സമിറ്റ് Happy birthday to me. Happy birthday to me. Happy birthday to me. ഇതെന്താ ഉത്സവം ഈ സമയത്തൊക്കെ? ഞാൻ അറിയണ്ട നമ്മുടെ ഏരിയയിൽ 12 മണിയായി. ജോയ്മോന് ബർത്ത്ഡേ വിഷ് ചെയ്യണ്ടേ? പിന്നെ ബർത്ത്ഡേ വിഷ് അവനോട് പോകാൻ പറ. അതെയാ. ഫോൺ നിങ്ങൾ സമ്മതിക്കൂലല്ലേ? എന്താണ്? അപ്പം ചത്ത് കിടക്കുമ്പോഴാണ് പടക്കം.
എടാ, ഒരു ചകോ. ഞാൻ പറഞ്ഞ ഞാൻ ചകോ. കുറെ നേരമായിട്ട് ഞാനിത് കാണുന്നു. നിനക്കെന്നെ കൊച്ചിനെ കൊലപാതകമാക്കണോ? ഞാൻ ഇവന്റെ കൊച്ചാപ്പന്, അതായത് ഇപ്പൊ എന്റെ തന്തയുടെ സ്ഥാനം. എന്റെ കൊച്ചിനെ മാറ്റി കഞ്ചാവ് കൊടുത്ത് തല ചൂടാക്കിയത് നീ ഒറ്റ ഒരുത്തടാ. എന്നിട്ട് എനിക്കവിടെ വെട്ട് കുത്തു നിർത്തണതാ. ഇത് ഇപ്പൊ ഇവിടെ നിർത്തിക്കോണം, ഇല്ലെങ്കിൽ നാളെ കാലത്ത് കുമളിക്കുപാടെ ജീപ്പി നീ കൊണ്ടാവുകയാണ്. പറയുന്നത് കൊച്ചുഞ്ഞ നിന്റെ അപ്പം വർക്ക് വരും ചോദിക്കാൻ വരികയല്ല, അറിയോടാ? പോരിച്ചാ അതൊക്കെ തന്നെ അവന്റെ കത്തിയും കൊടാനിയും ഇത്രമാത്രം കയറ് പൊട്ടിക്കവിടെ എന്നാ ഉണ്ടായത്. അവന്മാർക്കോ വിവരോ മര്യാദയില്ല. അതിപ്പോ നമുക്ക് പഠിപ്പിക്കാനോ പറ്റുമോ?